KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. റമളാനിലെ വിശുദ്ധമായ 27ാം രാവിന്റെ ധന്യതയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസസാഗരത്തെ സ്വീകരിക്കാൻ സ്വലാത്ത് നഗർ സജ്ജമായി. പ്രാർത്ഥനാ സമ്മേളനം നാളെ. ആത്മീയ സമ്മേളനം ചൊവ്വാഴ്ച മർക്കസിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. തനിക്കു പറ്റിയ തെറ്റിന് ഹുദവിയുടെ ക്ഷമാപണം. KMIC ന്യൂസ് ഇംപാക്ട്. വാട്സപ്പിൽ അന്യപുരുഷനുമായി ചാറ്റ് ചെയ്ത ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊന്നു. കുട്ടികൾ ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചാൽ കർശന നടപടിയെന്ന് DGP സെൻകുമാർ. ഉത്തരേന്ത്യയിൽ കനത്ത മഴ. ബംഗാളിൽ റെയിൽ പാളങ്ങൾ വെള്ളത്തിനടിയിലായി. 56 രൂപയ്ക്ക് ഒരു മാസത്തെ 3G ഡാറ്റയുമായി BSNL. കോഴിക്കോട് ജില്ലാ കലക്ടർ തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് മരവിപ്പിച്ചു. അക്കൌണ്ടിന്റെ പുതിയ പേര് വൈറൽ ബാധിച്ച് മുങ്ങിയ ബ്രോ. വാർത്തകൾ വിശദമായി. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ജനജീവിതം താറുമാറാക്കി. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ട്രാഫിക് സംവിധാനങ്ങളും താളം തെറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്റർ മഴയാണ് ഡൽഹിയിൽ പെയ്തത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ബീഹാറിൽ കനത്ത മഴയിൽ വീടിന്റെ ചുമരിടിഞ്ഞ് വീണ് ഒരു കുടുംബത്തിൽ 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷീലോദേവി, അവരുടെ മകൾ ആശാദേവി, പേരക്കുട്ടി ജ്യോതികുമാർ എന്നിവരാണ് മരിച്ചത്. ഉത്തർപ്രദേശിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ മതിലടിഞ്ഞു വീണ് 10 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 3 പേർ മരിച്ചു. രാജ്യത്തെ പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ BSNL നിന്ന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ഒരു കിടിലൻ ഓഫർ. 56 രൂപയുടെ STV റീചാർജ് ചെയ്താൽ ഒരു മാസത്തെ വാലിഡിറ്റിയിൽ 250 MB സൌജന്യ 3G ഡാറ്റ ലഭ്യമാക്കുന്ന പദ്ധതി BSNL പ്രഖ്യാപിച്ചു. ജൂലൈ 16 മുതൽ രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും പുതിയ ഓഫർ നിലവിൽ വരും. ഇതോടെ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ഒരു മാസത്തേക്ക് 3G ഡാറ്റ നൽകുന്ന ഒരേ ഒരു ടെലികോം സേവനദാതാവാകും BSNL. പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് പുതിയ ഓഫർ ലഭ്യമാകും. പ്രീപെയ്ഡ് ഉപഭോക്താക്കൾ സർവീസ് ടാക്സ് അടക്കം 56 രൂപയുടെ റീചാർജും പോസ്റ്റ് പെയ്ഡ് വരിക്കാർ 50 രൂപയുടെ സർവീസ് ടാക്സിന് പുറമെ ആഡ് ഓണും ചെയ്താൽ ഓഫർ ലഭിക്കും. 250 MBയിൽ കൂടുതലുള്ള ഡാറ്റ ഉപയോഗത്തിന് 10 KBക്ക് 2 പൈസ എന്ന രീതിയിലായിരിക്കും തുക ഈടാക്കുക. നേരത്തെ 105 രൂപയ്ക്ക് 300 MB ഒരു മാസത്തേക്ക് ലഭിക്കുന്ന ഡാറ്റാ പ്ലാൻ BSNL അവതരിപ്പിച്ചിരുന്നുവെങ്കിലും അടുത്തിടെ ഇത് നിർത്തിയിരുന്നു. ഇതോടെ ഒരു മാസത്തെ വാലിഡിറ്റി ലഭിക്കണമെങ്കിൽ 198 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയുള്ള പാക്ക് റീചാർജ് ചെയ്യുക മാത്രമായിരുന്നു ഉപഭോക്താക്കൾക്കുള്ള ഏക വഴി. കുട്ടികൾ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുമെന്ന് DGP സെൻകുമാർ. 18 വയസ്സിന് താഴെയുള്ളവർ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിച്ചാൽ കർശന നിയമ നടപടി എടുക്കുമെന്നും DGP തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. 50 CCക്ക് മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചാലാണ് കർശന നടപടിയെടുക്കുക. 18 വയസ്സിന് താഴെയുള്ളവർ 50 CCയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 180, 181 വകുപ്പുകൾ പ്രകാരം കർശന നടപടിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്ക് ഇരയാവുന്നത് ഇരുചക്രവാഹനങ്ങളാണ്. അടുത്ത കാലത്ത് 18 വയസ്സിന് താഴെയുള്ളവർ ഇരുചക്രവാഹനങ്ങൾ അപകടകരമായ വേഗതയിലും അലക്ഷ്യമായും ഓടിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശമെന്ന് DGP വ്യക്തമാക്കി. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 4 പ്രകാരം വാഹനം ഓടിക്കുവാൻ അനുവദനീയമായ കുറഞ്ഞ പ്രായം കണക്കാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് 50 CCയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഇല്ലാത്ത ഇരുചക്രവാഹനം 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കാവുന്നതാണ്. എന്നാൽ 50 CCക്ക് മുകളിലുള്ള ഇരുചക്രവാഹനം ഓടിക്കാൻ ഇവർക്ക് അനുമതിയില്ല. ഇത്തരം കേസുകൾ പിടിക്കപ്പെട്ടാൽ പിഴ ചുമത്തി തീർപ്പാക്കുന്നതിനു പകരം വാഹന ഉടമയ്ക്കെതിരെ 180, 181 സെഷനുകൾ പ്രകാരമുള്ള നിയമ നടപടികൾക്കായി കോടതിയെ സമീപിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DGP വ്യക്തമാക്കി.
സോഷ്യൽ മീഡിയയിലെ സജീവ ഇടപെടലിലൂടെ പുതുതലമുറയുടെ കണ്ണിലുണ്ണിയായ കോഴിക്കോട് കലക്ടർ എൻ പ്രശാന്ത് തന്റെ സ്വകാര്യ ഫേസ്ബുക്ക് അക്കൌണ്ട് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ കലക്ടർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടൊപ്പം ഫേസ്ബുക്ക് പേജിന്റെ പേരും കലക്ടർ മാറ്റിയിട്ടുണ്ട്. അത് ഇങ്ങനെ: വൈറൽ ബാധിച്ച് മുങ്ങിയ ബ്രോ. അതേസമയം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ കലക്ടർ കോഴിക്കോട് എന്ന പേജിൽ താൻ സജീവമായിരിക്കുമെന്നും കലക്ടർ പറയുന്നു. ഫേസ്ബുക്ക് അക്കൌണ്ടിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തുന്നുവെന്ന് കാണിച്ച് കലക്ടർ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ: ഇതെന്റെ സ്വകാര്യ അക്കൌണ്ടാണ്. ഫ്രണ്ട് റിക്വസ്റ്റ് താങ്ങാനാവുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ബ്രോകൾക്ക് അസൂയ, കുശുമ്പ്, പുച്ഛം എന്നിവ കലശലായി വരാൻ മാത്രം ഇപ്പോ തന്നെ ആയി. ഇനിയും വൈറൽ ബാധിച്ചാൽ അത് ഞമ്മക്ക് താങ്ങൂല. ഓവറാക്കി ചളമാക്കരുത് എന്ന ആപ്തവാക്യം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ഇതും റിപ്പോർട്ട് ചെയ്ത് വൈറൽ ആക്കല്ലേ. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുമല്ലോ, സഹകരിക്കുമല്ലോ പ്ലീസ്. വൈറൽ ബാധിച്ച ബ്രോ കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക് എടുക്കട്ടെ. ഒഫീഷ്യൽ അക്കൌണ്ട് കലക്ടർ കോഴിക്കോടാണ്. ഒഫീഷ്യൽ FB തുടർന്നും സജീവമായിരിക്കും എന്ന് അറിയിക്കട്ടെ. ഇതാണ് കലക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കലക്ടർ എപ്പോഴും ഫേസ്ബുക്കിലാണെന്നും ഫോൺ പോലും എടുക്കുന്നില്ലെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് ആരോപണമുന്നയിച്ചതോടെയാണ് കോഴിക്കോട് കലക്ടർ നെറ്റീസൺസിനിടയിൽ താരമായത്. അബുവിനെ രൂക്ഷമായി വിമർശിച്ചും കലക്ടർക്ക് പൂർണ്ണ പിന്തുണ നൽകിയും നെറ്റീസൺസ് രംഗത്തുവന്നതോടെ കലക്ടർ അവരുടെ സ്വന്തമായി. കലക്ടർക്ക് അവർ പുതിയ പേരും നൽകി: കലക്ടർ ബ്രോ. വാട്സപ്പിൽ ചാറ്റ് ചെയ്ത ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി. സരിത ശർമ്മ എന്ന യുവതിയെയാണ് ഭർത്താവായ രാജേഷ് ശർമ്മ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 14 മാസങ്ങൾക്ക് മുമ്പ് രാജേഷ് തന്നെയാണ് സരിതയ്ക്ക് സമാനമായി ഫോൺ നൽകിയത്. ഫോണിലൂടെ അന്യപുരുഷന്മാരുമായി സരിത സംസാരിക്കുന്നുണ്ടെന്ന സംശയം രാജേഷിനുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഇതിനെച്ചൊല്ലി ദമ്പതികൾ കഴിഞ്ഞ ഒരാഴ്ചയായി തർക്കവും വഴക്കും ഉണ്ടാകാറുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗൾഹട്ടിലെ ബിർബാൻ കോളനിയിൽ ബുധനാഴ്ചയാണ് സംഭവം. വാട്സപ്പിലൂടെ അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്തു എന്നാരോപിച്ച് രാജേഷ് സരിതയോട് വഴക്കുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് കുപിതനായ രാജേഷ് ഇരുമ്പുപടി ഉപയോഗിച്ച് സരിതയുടെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നെന്നും സംഭവസമയത്ത് വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നെന്നും പോലീസ് പറഞ്ഞു. പ്രദേശത്തെ ഒരു തുണിക്കടയിലെ തൊഴിലാളിയാണ് രാജേഷ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാര്യ സരിത ഫോണിലൂടെ അന്യപുരുഷനുമായി മണിക്കൂറുകളോളം സംസാരിക്കുകയും വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നതും രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് സംസാരിക്കുന്നത് ആരോടാണെന്ന് ഇയാൾ ചോദ്യം ചെയ്തെങ്കിലും മറുപടി നൽകാൻ സരിത തയ്യാറായിരുന്നില്ല. തുടർന്ന് ബുധനാഴ്ച സരിത ഫോണിൽ സംസാരിക്കുന്നത് വീണ്ടും രാജേഷ് കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാണ് ഇരുവരും തമ്മിൽ തർക്കത്തിനിടയാക്കിയതെന്ന് രാജേഷ് പോലീസിൽ മൊഴി നൽകി. പെരുന്നാൾ തിരക്ക് പ്രമാണിച്ച് പ്രവാസികളുടെ കഴുത്തറുത്ത് വിമാന കമ്പനികൾ. പാവം പ്രവാസികൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. പെരുന്നാളിന് നാട്ടിലെത്തുന്ന പ്രവാസികളെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ കൊള്ള തുടങ്ങി. ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികളാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. ഒരേ റൂട്ടിൽ ഈടാക്കുന്ന നിരക്കിൽ വൻ വ്യത്യാസമാണുള്ളത്. ജിദ്ദ, റിയാദ്, ദുബായ്, മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാം, ദോഹ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കിലാണ് വർധനവ്. ജിദ്ദയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് 40,000 രൂപ മുതൽ 45,000 രൂപ വരെയാണ് കണക്ഷൻ സർവീസുകളിൽ വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്ന് ഈടാക്കുന്നത്. നെടുമ്പാശ്ശേരിയിലേക്ക് നേരിട്ടുള്ള വിമാനത്തിലാണെങ്കിൽ നിരക്ക് 50,000 രൂപയാകും. പെരുന്നാൾ വരെ നേരിട്ടുള്ള ടിക്കറ്റുകളൊന്നും ലഭ്യമല്ല. അതേസമയം കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് 13,000 രൂപയ്ക്ക് ടിക്കറ്റ് ലഭ്യമാണ്. ജൂലൈ 18 വരെ ഈ നിരക്കിൽ ജിദ്ദയിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കും. പ്രവാസികൾ കൂടുതലുള്ള ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിൽ നിന്ന് പെരുന്നാളിനായി നാട്ടിലേക്കെത്തുന്ന 4 കുടുംബത്തിന് 1.5 ലക്ഷം രൂപയോളം ടിക്കറ്റിനായി നൽകേണ്ടി വരും. ദുബായ്, കോഴിക്കോട് റൂട്ടിൽ 30,000-നും 35,000-നും ഇടയിലാണ് ടിക്കറ്റ് നിരക്ക്. നെടുമ്പാശ്ശേരിയിലേക്കാണെങ്കിൽ കോഴിക്കോട്ടേക്കുള്ളതിനേക്കാൾ 2,000-3,000 രൂപ കുറയും. കോഴിക്കോട്ട് നിന്ന് ദുബായിലേക്ക് ഒരാഴ്ചത്തേക്ക് 6,000 രൂപയ്ക്ക് ടിക്കറ്റ് ലഭ്യമാണ്. റിയാദ്, നെടുമ്പാശ്ശേരി 40,000 രൂപയും അബുദാബി, കോഴിക്കോട് 25,000-നും 30,000-നും ഇടയിലും, ഷാർജ, കോഴിക്കോട് 27,000-നും 30,000-നും ഇടയിലും, മസ്കറ്റ്, കോഴിക്കോട് 33,000 രൂപയ്ക്കും, ദമാം, കോഴിക്കോട് 34,000 രൂപയ്ക്കുമാണ് നിലവിലെ നിരക്ക്. നേരിട്ടുള്ള വിമാനമാണെങ്കിൽ നിരക്ക് ഇനിയും വർദ്ധിക്കും. അതേസമയം നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ്. റിയാദിലേക്ക് 12,000 രൂപയ്ക്കും, മസ്കറ്റിലേക്ക് 9,000 രൂപയ്ക്കും, ഷാർജയിലേക്ക് 7,000 രൂപയ്ക്കും ടിക്കറ്റ് ലഭ്യമാണ്. എന്നാൽ പെരുന്നാൾ കഴിഞ്ഞാൽ തിരിച്ചുപോകാനുള്ള നിരക്ക് വർദ്ധിക്കും. ജൂലൈ അവസാനം വരെ ഗൾഫ് നാടുകളിലേക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യമാണെങ്കിൽ ഓഗസ്റ്റ് മുതൽ കിട്ടാനില്ല. ജൂലൈ 20 മുതലാണ് ഗൾഫിലേക്കുള്ള നിരക്കുകൾ വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സീസൺ പ്രമാണിച്ചാണ് നിരക്ക് വർധനയെന്നാണ് ന്യായീകരണം. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം ധാർമ്മിക വിപ്ലവം. നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം ധാർമ്മിക വിപ്ലവം. ധാർമ്മിക വിപ്ലവം. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിന്റെ ശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിന്റെ ശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. തോൽക്കും പോർവീഥികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. തോൽക്കും പോർവീഥികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. ധാർമ്മിക വിപ്ലവം. ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. റമദാനിലെ വിശുദ്ധമായ 27ാം രാവിന്റെ ധന്യതയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസ സാഗരത്തെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി സ്വലാത്ത് നഗർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മലപ്പുറത്തിനും പൂക്കോട്ടൂരിനുമിടയിൽ 10 ഗ്രൌണ്ടുകളും അവിടങ്ങളിലെല്ലാം ശബ്ദ വെളിച്ച സൌകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം, പോലീസ്, ഫയർഫോഴ്സ്, ട്രാഫിക് വിഭാഗം, മെഡിക്കൽ യൂണിറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിശ്വാസി ലക്ഷ്യങ്ങൾക്കുള്ള നിസ്കാരം, നോമ്പുതുറ, സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയവയ്ക്കായി വിശാലമായ പന്തലാണ് നഗരിയിൽ സജ്ജമായത്. 111 ഹെൽപ്പ് കൌണ്ടറുകളും നോമ്പുതുറ അത്താഴ വിതരണത്തിന് പ്രത്യേക വളണ്ടിയർ വിഭാഗവും പ്രവർത്തിക്കുന്നു. നാളെ പുലർച്ചെ 5:30 സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുലേലി തങ്ങളുടെ ഹദീസ് പഠനത്തോടെയാണ് പ്രാർത്ഥനാ സമ്മേളന സമാപന പരിപാടികൾ തുടങ്ങുക. ശേഷം ഖുർആൻ പാരായണം, അസ്മാഉൽ ഹുസ്ന, സ്വലാത്തുൽ ഇശ്റാഖ്, സ്വലാത്തുൽ ളുഹ തുടങ്ങിയ ആത്മീയ മജ്ലിസുകൾ നടക്കും. രാവിലെ 10 SYS സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 1:30 ഗൻസുൽ അർഷ്, ആലമുസ്വലാത്ത് എന്നിവയ്ക്ക് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പ്രഭാഷണം നടത്തും. വൈകിട്ട് 4 സ്വലാത്ത് നഗറിലെ പ്രധാന വേദിയിൽ ബുർദ പാരായണത്തോടെ പ്രാർത്ഥനാ സമ്മേളന സമാപന ചടങ്ങുകൾ തുടങ്ങും. രാത്രി 10 മണിക്ക് സമസ്ത കേരള ജമിയത്തുലുലമ അധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുലുലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണവും ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെയുള്ള പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകും. പുലർച്ചെ 2:30 സമൂഹ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് സമാപനമാവും. പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ മുഴുവൻ ചലനങ്ങളും ഒപ്പിയെടുത്ത് തത്സമയം ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ KMIC ലൈവ് വെബ് ടീം നഗരിയിൽ സജ്ജമാണ്. വിശുദ്ധ റമദാനിന്റെ 25ാം രാവിൽ ദേളി ജാമിയ സഅദിയ അറബിയയിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനം 10,000ങ്ങളുടെ മഹാസംഗമം തീർത്ത് സമാപിച്ചു. നരകമുക്തിയും സ്വർഗീയ സൌഭാഗ്യവും കരഗതമാക്കുന്ന അവസാന 10ൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് വിശ്വാസി സമൂഹം സഅദിയയുടെ വിശാലമായ തീരത്ത് ജനസാഗരം തീർക്കുകയായിരുന്നു. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ സമൂഹ നോമ്പ് തുറക്കും തറാവീഹ് ജമാഅത്തിനും സയദാബാദ് വേദിയായി. പ്രമുഖ സയ്യിദുമാരുടെ നേതൃത്വത്തിൽ പാതിരാവും പിന്നിട്ട് നടന്ന ആത്മീയ സംഗമത്തിലും പാപമോചന പ്രാർത്ഥനയിലും നിറക്കണ്ണുകളോടെ വിശ്വാസികൾ തടിച്ചുകൂടി. അസർ നിസ്കാരാനന്തരം നടന്ന ജലാലിയ ദിക്ർ ഹൽക്കക്ക് സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ കണ്ണവും, തൗബ മജ്ലിസിന് സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞിത്തങ്ങൾ കല്ലക്കട്ടയും നേതൃത്വം നൽകി. സമൂഹ നോമ്പുതുറ, എത്തിക്കാഫ് ജൽസ, തറാവീഹ്, തസ്ബീഹ്, വിത്ർ നിസ്കാരം തുടങ്ങിയവയ്ക്ക് ശേഷം നടന്ന സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് മുഹമ്മദ് ഹാഷിം ആറ്റക്കോയത്തങ്ങൾ കൊടുവള്ളി നേതൃത്വം നൽകി. അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി മുഖ്യ പ്രഭാഷണം നടത്തി. 2 പുസ്തകങ്ങളുടെ പ്രകാശനം ചിത്താരി മുഹമ്മദ് കുഞ്ഞിഹാജിക്ക് നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പാരൂർ കുഞ്ഞാമു ഹാജിയും ഹുസൈൻ ഹാജി തൃക്കരിപ്പൂരിന് നൽകിക്കൊണ്ട് സയ്യിദ് UPS തങ്ങളും നിർവഹിച്ചു. ളുഹർ നിസ്കാരാനന്തരം നടന്ന ഖത്മുൽ ഖുർആൻ പരിപാടിക്ക് ശേഷം സമസ്ത കേന്ദ്ര മുശാവറ ഉപാധ്യക്ഷൻ താജു ശരിയ M ആലിക്കുഞ്ഞു മുസ്ലിയാർ ഷിറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് സെക്രട്ടറി AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു.
മർക്കസ് സംഘടിപ്പിക്കുന്ന റമദാൻ ആത്മീയ സമ്മേളനത്തിന് അന്തിമ രൂപമായി. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിക്കും. മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തും. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പ്രസംഗിക്കും. സമൂഹ നോമ്പുതുറ, പ്രഭാഷണങ്ങൾ, ക്ലാസുകൾ തുടങ്ങിയ പരിപാടികളോടുകൂടി സമാപിക്കും. ആത്മീയ സമ്മേളനം റമദാനിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത കവറുകളുടെ സ്വീകരണവും നടക്കും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കായി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘടനാ നേതാക്കൾ, പണ്ഡിതന്മാർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. പരിശുദ്ധിയുടെ പവിത്രതയിൽ മെയ്യും മനവും വിമലീകരിക്കാൻ പ്രപഞ്ചനാഥൻ കനിഞ്ഞരുളിയ വിശുദ്ധ റമദാൻ കാലം, വിശപ്പറിഞ്ഞുള്ള പകലുകൾ, ആരാധന നിറഞ്ഞ രാവുകൾ, ആത്മീയതയുടെ രുചി പകർന്ന് ആത്മാവിനെ സ്ഫുടം ചെയ്യാനുതകുന്ന പുണ്യരാവിൽ അഖിലാണ്ടനാഥന്റെ കാരുണ്യത്തോടടുക്കാൻ വിശ്വാസികൾ പാടന്തറ മർക്കസിൽ ഒരുമിച്ചുകൂടി. പാടന്തറ മർക്കസിൽ റമദാൻ 25-ാം രാവിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിലും ദുആ മജ്ലിസിലും നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു. അനാഥകളും അഗതികളും മുതഅല്ലിമുകളുമൊത്തുള്ള സംഗമം ആത്മീയ അനുഭൂതിയുളവാക്കി. വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച പരിപാടിയിൽ അസ്മാഉൽ ഹുസ്ന റാത്തിബ്, മരണപ്പെട്ടവർക്കു വേണ്ടിയുള്ള തഹ്ലീല്, യാസീൻ പാരായണം, സമൂഹ നോമ്പുതുറ തുടങ്ങിയവ നടന്നു. തറാവീഹ് നിസ്കാരം, അവാബി നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, സ്വലാത്ത് മജ്ലിസ്, തൗബ തുടങ്ങിയവയും നടന്നു. പാടന്തറ മർക്കസ് ജനറൽ മാനേജർ സയ്യിദ് അലി അക്ബർ സഖാഫി അൽ ബുഖാരി എടരിക്കോട് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി. സയ്യിദ് ഹിഫ്ലുർ റഹ്മാൻ സഖാഫി അൽ ജിഫ്രി, ഉക്കാഷ് അലി സഖാഫി, M ഹംസ ഹാജി, മൊയ്തീൻ ഫൈസി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. കവരത്തി ദ്വീപിൽ കവരത്തി മർക്കസ്, SYS, SSF കമ്മിറ്റികൾ സംഘടിപ്പിച്ച പ്രാർത്ഥനാ സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്നലെ തുടക്കം കുറിച്ച പരിപാടിയിൽ ഖത്മുൽ ഖുർആൻ, സമൂഹ നോമ്പുതുറ, സ്വലാത്ത് മജ്ലിസ്, ദിക്ർ ഹൽക്ക എന്നിവയാണ് നടക്കുന്നത്. ഇന്ന് നടക്കുന്ന സമാപന പ്രാർത്ഥനാ സമ്മേളനത്തിന് സയ്യിദ് KSK തങ്ങൾ നേതൃത്വം നൽകും. പ്രമുഖ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ പങ്കെടുക്കും. തനിക്കു പറ്റിയ തെറ്റിന് സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ക്ഷമാപണം, നിക്കാഹിന് സാക്ഷികളെ ആവശ്യമില്ലെന്നും കോടതിക്ക് മുമ്പിലെത്തുമ്പോഴാണ് സാക്ഷികളുടെ ആവശ്യമെന്നുമുള്ള ഹുദവിയുടെ വികലമായ വാദം KMIC ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹുദവി വിശദീകരണവുമായി രംഗത്തുവന്നത്. നിക്കാഹിന് സാക്ഷികൾ വേണം എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും തന്റെ നാക്കുപിഴവുകൊണ്ടോ മറ്റോ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം നടത്തുന്നുവെന്നും ഹുദവി പറഞ്ഞു. ഹുദവിയുടെ വാക്കുകൾ കേൾക്കാം. തീർച്ചയായും ഇത്തരം പരിശ്രമങ്ങൾ വളരെ നല്ലതാണ്. അത് നല്ല സ്നേഹബുദ്ധിയ നമ്മുടെ സമൂഹത്തിൽ ഈ ഇങ്ങനെ നന്മകൾ പറഞ്ഞു കൊടുക്കാനും ഗുണദോഷിക്കാനും പരസ്പരം തിരുത്തി കൊടുക്കാനും ഒക്കെയുള്ള പ്രവണത വളരെ നല്ലൊരു കാര്യമാണ്. ഇതിന് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ പറഞ്ഞ ആ വാക്കിൽ ചിലപ്പോൾ സബഖുൽ ലിസാനോ, നാവുകൊണ്ട് പിഴവ് സംഭവിക്കുന്നതോ ഒക്കെ വന്നേക്കാം. സ്വാഭാവികമാണ്. നമ്മളിത് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന വാക്കല്ല. അത് ലബോറട്ടറിയിൽ പോയിട്ട് നമ്മൾ വളരെ സൂക്ഷ്മമായി ഓരോ വാക്കുകളും കണിശമായി എടുത്തു പറഞ്ഞ് അങ്ങനത്തെ ഒരു ചർച്ചയുമല്ല അവിടെ നടക്കാറുള്ളത്. അപ്പോ അതിന്റെ പേരിൽ വല്ല തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിൽ ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്. പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിക്കാഹിന് സാക്ഷികൾ നമ്മുടെ മദ്ഹബ് പ്രകാരം നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിന് സാക്ഷികളില്ലാതെ തന്നെ ഒരു അമ്മോഷന് തന്റെ പുതിയാപ്പിളക്ക് നിക്കാഹിന്റെ വചനം ചൊല്ലിക്കൊടുത്താൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഒരു ജായിസാകുന്ന ഒരവസ്ഥ വരും എന്ന അഭിപ്രായം മാലിക്കി മദ്ഹബിൽ കണ്ടതുകൊണ്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരണമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ആ ഒരു ധൈര്യത്തിലായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എന്ത് ചെയ്യാണ്, ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്. അതിലാരും അതേസമയം സാക്ഷികളില്ലാതെ നിക്കാഹ് വാചകം ചൊല്ലിക്കൊടുക്കുന്നതിലൂടെ ആണിനും പെണ്ണിനും സംസാരിക്കാനുള്ള അവസരം വരുമെന്ന് മാലിക്കി ഇമാമിന്റെ അഭിപ്രായമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇതിനെക്കുറിച്ച് ICF ദുബൈ പ്രസിഡന്റ് TP സലാം സഖാഫി വള്ളലശ്ശേരി പ്രതികരിക്കുന്നു. നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിപ്പ് വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുകയും അത് എന്റെ ശ്രദ്ധയിൽ ആളുകൾ കൊണ്ടുവരികയും ചെയ്തു. നമ്മുടെ ഷാഫി മദ്ഹബുകാരായ ആൾക്കാർക്കിടയിൽ തന്നെയാണ് അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് മാത്രം കേൾക്കുന്ന ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റിദ്ധാരണയും മസ്അലയിലുള്ള അബദ്ധവും വരാൻ സാധ്യത കൂടുതലാണ്. അതിൽ ഇന്ന മദ്ഹബിൽ ഇന്ന വിഷയമാണ് എന്നൊരു പരാമർശമൊന്നുമില്ല. അപ്പം ആ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന്റെ
തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് അനിവാര്യമാണ്. അന്നലക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുള്ളത്. മാലിക്കി മദ്ഹബിലെ ഒരു അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു പ്രസംഗം വന്നത് എന്നാണ് വിശദീകരണം. അവിടെ തന്നെ ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ മാലിക്കി മദ്ഹബിൽ സാക്ഷികളുടെ ഹുളൂറിന്റെ സമയം ഒരാൾക്ക് ശേഷം മറ്റൊരാൾ വന്നാൽ പറ്റുമോ പറ്റില്ലെന്ന ചർച്ചയുണ്ട്. അത് പരസ്യപ്പെടുത്തണം എന്നൊരു കാര്യം കൂടി മാലിക്കി മദ്ഹബിലെ വിശദമായിട്ടുള്ള ചർച്ചകളിൽ ഇമാം നവവി റളിയല്ലാഹു തആല സൂചിപ്പിച്ച കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മാലിക്കി മദ്ഹബിലെ ഈ അഭിപ്രായം അനുസരിച്ച് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെയും അത് പറയുമ്പോൾ മദ്ഹബ് ഇന്നതാണെന്നും ആ നിലയ്ക്ക് തഖ്ലീദ് പ്രകാരമേ ചെയ്യാവൂ എന്നും കൂടി കൂട്ടി പറയുമ്പോഴാണ് അത് സമ്പൂർണ്ണമാകുന്നത്. അല്ലാതിരിക്കുമ്പോൾ തഖ്ലീദില്ലാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഫൈസിയുടെ തന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സഹിയാവാതെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ മദ്ഹബുകാർ ഷാഫി മദ്ഹബായ സ്ഥിതിക്ക് തന്നെയും അവർക്കിടയിൽ ഇങ്ങനെ ക്ലിപ്പ് പ്രചരിക്കുന്ന സമയത്ത് വലിയൊരു തെറ്റിദ്ധാരണ വരുന്നതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആരുടെയും വിദ്വേഷങ്ങളോ അതല്ലെങ്കിൽ തരം താഴ്ത്തലോ ആക്ഷേപങ്ങളോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് പാടുമില്ല, ഒരാളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് നമ്മളെ KMIC നടത്തിയിട്ടുള്ള കാൽവെപ്പ് വളരെ ശ്ലാഘനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തൗഫീക്ക് റാഹത്തും നൽകുമാറാവട്ടെ. ഈ വിഷയത്തിലുള്ള ഈ സംസാരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം വിശുദ്ധ റമദാൻ അവസാന സമയത്ത് സത്യത്തിൽ ഇത് സമയം കിട്ടിയത് കൊണ്ടല്ല, ഉള്ള സമയവും ഇങ്ങനെ തെറ്റിദ്ധാരണ പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് മറുപടി ക്ലിപ്പ് കേൾക്കുകയും ആ ക്ലിപ്പിൽ ഇത് മാത്രം പരാമർശിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ഒരു മറുപടി തന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബുകാരായിട്ടുള്ള മലയാളികളൊന്നും ഇനി ഹനഫി മദ്ഹബുകാരായിട്ടുള്ള മലയാളികളൊന്നും ഈ വിഷയത്തിൽ ആ ക്ലിപ്പ് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരിക്കലും സാക്ഷിയില്ലാതെ മദ്ഹബിലൊന്നും നിക്കാഹ് സഹിയാനല്ല. മാലിക്കി മദ്ഹബ് അംഗീകരിക്കുകയാണെങ്കിൽ തന്നെയും അത് മാലിക്കി മദ്ഹബിലെ അപ്രബലമായ അഭിപ്രായമാണെന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണം. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുകയും നാളിതുവരെ നടന്നു വന്നിട്ടുള്ള ആ ഒരു നിക്കാഹിന്റെ ശൈലി തന്നെ സ്വീകരിക്കുകയും സംസാരം ഒഴിവാക്കിയിട്ട് നിക്കാഹത്തിനെ പറ്റി നടത്തിയിട്ടുള്ള ഒരു അനുവദനീയമായ വഴിയിലേക്ക് നമ്മളൊക്കെ തിരികെയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഹുദവിയുടെ പുതിയ വിശദീകരണം സോഷ്യൽ മീഡിയകളിൽ തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കി. ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് കഅബം തവാഫ് ചെയ്യുന്ന വേളകളിൽ അന്യസ്ത്രീ പുരുഷ സമ്പർക്കം കാരണം വുളു മുറിയുന്ന സാഹചര്യത്തിൽ മറ്റു മദ്ഹബിലേക്ക് മാറി വുളു സംരക്ഷിക്കുന്നത് പോലെ നിക്കാഹ് വിഷയത്തിലും മദ്ഹബ് മാറാമല്ലോ എന്നാണ് സോഷ്യൽ മീഡിയകളിൽ ചിലർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനുള്ള പ്രതികരണം എന്താണെന്ന് നോക്കാം. തവാഫിന്റെ സമയത്തുള്ള ശുദ്ധി ഷർത്താണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ശുദ്ധി മുറിയാതെ ഷാഫി മദ്ഹബ് അനുസരിച്ച് മാത്രം ചെയ്യുമ്പോൾ തവാഫ് അസാധ്യമാണ്. അത് മുംകിനല്ല. മുംകിനല്ലാത്തൊരു അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് അവിടെ മദ്ഹബ് നമ്മൾ മാറുന്നത്. അതേസമയം ഇതൊരു അനിവാര്യ ഘട്ടമല്ല, ഇത് ആവശ്യമല്ല, ഇതൊരു അനാവശ്യമായ ഏർപ്പാടാണ്. ഇങ്ങനെ പഴുതുകൾക്ക് വേണ്ടി മദ്ഹബ് മാറിക്കഴിഞ്ഞാൽ അത് ഫിസ്കിലേക്ക് ചേർക്കുമെന്ന് ഫാസിക്കായി പോകുമെന്നും മഹാന്മാരൊക്കെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി എളുപ്പം സ്വീകരിച്ചുകൊണ്ട് മദ്ഹബ് മാറുന്ന സമ്പ്രദായം പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരു മദ്ഹബ് സ്വീകരിച്ച വ്യക്തി മറ്റൊരു മദ്ഹബിലേക്ക് പോകണമെങ്കിൽ അതൊരു അനിവാര്യ സാഹചര്യത്തിലായിരിക്കണം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇതുമായി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വെറുതെ അങ്ങ് പറഞ്ഞിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ നാളിതുവരെ സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാരോ നേതാക്കളോ പറയാത്തതോ പ്രചരിപ്പിക്കാത്തതോ ആയ ഇത്തരം ഫത്വകൾ പ്രചരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ വികലമാക്കുകയും സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രചാരണങ്ങളും ഫത്വകളും അവസാനിപ്പിക്കണമെന്ന് സമുദായം ആവശ്യപ്പെടുന്നുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാട്സപ്പിൽ അന്യപുരുഷനുമായി ചാറ്റ് ചെയ്ത ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊന്നു. കുട്ടികൾ ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചാൽ കർശന നടപടിയെന്ന് DGP സെൻകുമാർ. ഉത്തരേന്ത്യയിൽ കനത്ത മഴ, ബംഗാളിൽ റെയിൽ പാളങ്ങൾ വെള്ളത്തിനടിയിലായി. 56 രൂപയ്ക്ക് ഒരു മാസത്തെ 3G ഡാറ്റയുമായി BSNL.
ആത്മീയ സമ്മേളനം ചൊവ്വാഴ്ച മർക്കസിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. റമളാനിലെ വിശുദ്ധമായ 27ാം രാവിന്റെ ധന്യതയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസസാഗരത്തെ സ്വീകരിക്കാൻ സ്വലാത്ത് നഗർ സജ്ജമായി. പ്രാർത്ഥനാ സമ്മേളനം നാളെ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.